Audio Jungle. നമസ്കാരം BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴക്കാർക്ക് ആവേശമായി റൺ കേരള റൺ കൂട്ടയോട്ടം. മങ്ങാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. റൺ കേരള റണ്ണിന്റെ ഭാഗമായി മലയാളികളുടെ കുഞ്ഞനുജൻ ഷെഫീഖും എത്തി. അൽ-അസർ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഷെഫീഖ് മോടാനെത്തിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മാതൃസംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ ജെ പ്രമീള ദേവി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മാറിയ കാലത്തെ യുവജന സംഘടനാ പ്രവർത്തനം എന്ന വിഷയത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മോഡി സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് CITU നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴക്കാർക്ക് ആവേശമായി റൺ കേരള റൺ കൂട്ടയോട്ടം. മങ്ങാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ മന്ത്രി PJ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ IAS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മന്ത്രി PJ ജോസഫ് കൂട്ടയോട്ട ഫ്ലാഗ് ഓഫ് ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം, KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ്, തൊടുപുഴ DYSP KM സാബു മാത്യു, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, സിനിമാ താരം ജാഫർ ഇടുക്കി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ, തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KL ജോസഫ് തുടങ്ങിയവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. കായിക കേരളത്തിന്റെ ഐക്യവും ആവേശവും നിറയുന്ന റൺ കേരള റണ്ണില് പൂർണ്ണ മനസ്സോടെ പങ്കുചേരുന്നു. എന്റെ നാട്ടിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വിജയം എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി എനിക്കാവുന്ന വിധം അതിനായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചേരുന്നു. ജയ് ഹിന്ദ്. കൊണ്ട് ഈ തൊടുപുഴയിലെ കേരള റൺ കേരള ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ റൺ കേരള റൺ ഒഫീഷ്യലി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ദേശീയ ഗെയിംസിന് മുന്നോടിയായി കേരളം ഒന്നാകെ പങ്കെടുക്കുന്ന റൺ കേരള റൺ കൂട്ടയോട്ടത്തിൽ തൊടുപുഴയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകൾ.
മങ്ങാട്ടുകാവിലിൽ നിന്ന് ആരംഭിച്ച കൂട്ടിയോട്ടത്തിൽ മുൻനിരയിൽ ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ, മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം, KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ്, തൊടുപുഴ DYSP KM സാബു മാത്യു എന്നിവരായിരുന്നു. തൊടുപുഴയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 10:30 വിസിൽ മുഴങ്ങിയപ്പോൾ തൊടുപുഴയുടെ വീഥികളിലൂടെ ഏക മനസ്സോടെ നാടിനു വേണ്ടി തൊടുപുഴക്കാർ ഓടി. പ്രത്യേകമായി അറിയിക്കുകയാണ്. ദാഹജലം, സ്നാക്സ് കുരുന്നുകളും വീട്ടമ്മമാരും ഗ്രഹനാഥന്മാരും കായിക പ്രമുഖരും വിദ്യാർത്ഥികളും അധ്യാപകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും റൺ കേരള റൺ കൂട്ടിയോട്ടത്തിൽ അണിനിരന്നപ്പോൾ തെളിഞ്ഞത് പുതിയ ചരിത്രം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, മർച്ചന്റ്സ് അസോസിയേഷൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ക്ലബ്ബുകൾ തുടങ്ങിയവരും കൂട്ടിയോട്ടത്തിൽ പങ്കെടുത്തപ്പോൾ അത് ചരിത്ര നിമിഷമായി മാറി. ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ അമ്മുവിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാരും പങ്കാളികളായി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയും ബലൂണുകൾ കയ്യിലേന്തിയ കുട്ടികളും വിവിധ കലാരൂപങ്ങളും കൂട്ടിയോട്ടത്തിന് മിഴിവേക്കി. തൊടുപുഴയിലെ കൂട്ടിയോട്ടത്തിൽ പങ്കെടുക്കുവാനായി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും രാവിലെ 9 മണിയോടെ തന്നെ മങ്ങാട്ടുകവലിയിലേക്ക് ആളുകൾ എത്തിയിരുന്നു. റൺ കേരള റണ്ണിന്റെ ഭാഗമായി മലയാളികളുടെ കുഞ്ഞനുജൻ ഷെഫീഖും എത്തി. അൽ-അസർ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഷെഫീഖും ഓടാനെത്തിയത്. കുമളിയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഷെഫീഖ് ദേശീയ ഗെയിംസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. മറ്റു കുട്ടികളെപ്പോലെ നടക്കാനോ ഓടാനോ കഴിയുന്നില്ലെങ്കിലും ദേശീയ ഗെയിംസിന്റെ ഭാഗമാക്കാൻ വീൽചെയറിൽ ഓടിയായിരുന്നു ഓരോ മലയാളികളുടെയും സ്വന്തം അനുജൻ ഈ കടമ്പ നിർവഹിച്ചത്. അൽ-അസർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഷെഫീഖ് പോറ്റമിയായ രാഗിണിക്കൊപ്പമായിരുന്നു ഓടാൻ എത്തിയത്. അൽ-അസർ മെഡിക്കൽ കോളേജിലെയും ദന്തൽ കോളേജിലെയും വിദ്യാർത്ഥികളും ആശുപത്രിയിലെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളും കൂട്ടിയോട്ടത്തിന്റെ ഭാഗമായി ഓടി. അൽ-അസർ ഗ്രൂപ്പിന്റെ ചെയർമാൻ KM മൂസ ഷെഫീഖിന് പതാക കൈമാറി. ഷെഫീഖ് ഫ്ലാഗ് ഓഫ് ചെയ്താണ് ഓട്ടം ആരംഭിച്ചത്. ചൈൽഡ് വെൽഫെയർ ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ, CWC മെമ്പർമാർ, അൽ-അസർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KM മിജാസ്, ഷെഫീഖിനെ ചികിത്സിക്കുന്ന ഡോക്ടർ KP ഷിയാസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ G ശ്യാമളകുമാരി തുടങ്ങിയവരും ഓട്ടത്തിൽ പങ്കുചേർന്നു. BBC ന്യൂസ്, തൊടുപുഴ. ദേശീയ ഗെയിംസിനെ വരവേൽക്കുവാനുള്ള കൂട്ടയോട്ടത്തിൽ തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സും പങ്കാളികളായി. മാനേജിംഗ് പാർട്ണർ റോയി ജോൺ പുളിമൂട്ടിൽ സിൽക്സിന് മുന്നിൽ നിന്ന് ഓട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു.
മാനേജിംഗ് പാർട്ണർ റോജർ ജോൺ, ജനറൽ മാനേജർ ജെയിംസ് പി പോൾ എന്നിവർ മുൻനിരയായി നേതൃത്വം. കുടുംബ സെൽസിലെ ജീവനക്കാർ യൂണിഫോമിൽ പിന്നിലായി അണിനിരുന്ന റൺ കേരള റണ്ണിൽ പങ്കെടുത്തു. റൺ കേരള റണ്ണിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൊമ്മങ്ങുത്ത് ഷെയർ ഹോമിലെ കുട്ടികൾ നടത്തിയ കൂട്ടയോട്ടത്തിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ജോർജ് മുണ്ടയ്ക്കൽ നിർവഹിച്ചു. ഷെയർ ഹോം ഡയറക്ടർ ഫാദർ ടോജി പുത്തൻകടുപ്പിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രദർ എബിൻ പള്ളിയാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ റൺ കേരള റൺ കൂട്ടയോട്ടം മുട്ടം കോടതി ജംഗ്ഷനിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാർ, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, IHRD, ശാന്തൽ ജ്യോതി പബ്ലിക് സ്കൂൾ, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ, വനം വകുപ്പ്, PHC, ITC ചള്ളവയൽ, കോടതി ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ, സഹകരണ ബാങ്ക് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ടാക്സി ജീവനക്കാർ തുടങ്ങിയ എല്ലാ ആളുകളുടെയും സഹകരണം കൊണ്ട് കൂട്ടയോട്ടം ശ്രദ്ധേയമായി. മുട്ടം ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സ്കൂൾ കുട്ടികളുടെ ബാൻഡ് മേളം, സ്കേറ്റിംഗ് തുടങ്ങിയ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. NCC യൂണിറ്റുകളുടെയും NSS പ്രവർത്തകരുടെയും പ്രവർത്തനം ശ്രദ്ധേയമായി. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കുടിവെള്ളവും ഓറഞ്ചും നൽകുകയും NSS പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് ക്ലീനിങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ നന്ദി പറഞ്ഞു. ഇന്ത്യക്കും കേരളത്തിനും ഉജ്ജ്വല നേട്ടങ്ങൾ സമ്മാനിച്ച ഈ മലയാള മണ്ണിന്റെ കായിക പ്രതിഭകളെ നന്ദിപൂർവം സ്മരിക്കുന്നു. കായിക കേരളത്തിന്റെ ഐക്യവും ആവേശവും നിറയും പൂർണ്ണ മനസ്സോടെ പങ്കുചേരുന്നു. കാഞ്ഞാർ സെന്റ് ജോസഫ്സ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ റൺ കേരള റൺ കൂട്ടയോട്ടം PTA പ്രസിഡന്റ് മുനീർ മൗലവി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹെഡ്മാസ്റ്റർ PV ജോർജ്, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. റൺ കേരള റണ്ണിനോടനുബന്ധിച്ച് തൊടുപുഴ JC ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു. സംഘടിപ്പിച്ചിട്ടുള്ള റൺ കേരള റൺ നാളെ തൊടുപുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ 10:30 മങ്ങാട്ടുകവലയിൽ നിന്നും സമസ്ത ജനവിഭാഗങ്ങളും ഒന്നിച്ചണിചേരുന്ന റൺ കേരള റണ്ണിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള JCI തൊടുപുഴ സംഘടിപ്പിക്കുന്ന 2-വീലർ 4-വീലർ റാലി ഇതായി ഈ വാഹനത്തിന് പിന്നിൽ ഇതുവഴി കടന്നു വരികയാണ്. റൺ കേരള റൺ റണ്ണിന്റെ പ്രചരണാർത്ഥം കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് രാജേഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് KM സാബു മാത്യു വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഓരോ 4 മിനിറ്റിനിടയിൽ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കണം ആക്സിഡന്റിൽ. അതുപോലെ വണ്ടി ഇടിച്ചാൽ വണ്ടി പറഞ്ഞ് ഓരോ 4 മിനിറ്റിനകത്ത് ഓരോരുത്തർ മരിച്ചുകൊണ്ടായിരിക്കണം. വീട്ടിൽ ചെന്ന് കയറും എന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുപോലെ നമ്മുടെ അവസ്ഥ ഒരു 4 മിനിറ്റാണ് ഒരാൾ ഇന്ത്യയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡുകൾ. അപ്പോൾ നമ്മളാണെങ്കിൽ ആകാം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ അൽഫോൺസ് PTA പ്രസിഡന്റ് പറഞ്ഞു, അപകടങ്ങൾ 95% നമ്മുടെ തന്നെ അതായത് കൊണ്ടാണ്. ശരിയാണ്, 5, 6 അല്ലെങ്കിൽ 10% മാത്രം ഈ വാഹനങ്ങളുടെ അല്ലെങ്കിൽ
സ്കൂൾ മാനേജർ MP വിജയനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. MPTA പ്രസിഡന്റ് രമ്യ റെജി, PTA വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PJ ജെയിംസ് സ്വാഗതവും സ്കൂൾ ലീഡർ മെർലിൻ റോയ് നന്ദിയും പറഞ്ഞു.